പരിവാദിനികളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ശ്രീ ഗുരുഭ്യോ നമഃ. പരിമാണം തതഃ പരിമാണം തതഃ ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം സദസദോരന്യോന്യ കാര്യകാരണത്വാത് ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ ഓം അഹം മമേതി വിജ്ഞാതോ മത്തോ നാന്യഃ ഓം തദ്വത് തസ്മാത് ഓം തദ്വത് തസ്മാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം ദൃഗ്ദൃശ്യയോഃ സമാനകാലീനത്വാത് ഓം സുഖൈകത്വാത് ഓം സുഖൈകത്വാത് ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വ്യാപകതയാ ദിശാമസ്തിത്വാത് ഓം വ്യാപകതയാ ദിശാമസ്തിത്വാത്. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയേ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം. അറിവിൻ്റെ അമ്മയായ ശാരദാംബയെ വീണു വണങ്ങുന്നു. ഈ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്ന ആത്മജിജ്ഞാസുക്കൾക്ക് ഏവർക്കും നമസ്കാരം. പൂജനീയ സ്വാമിജി മുനിനാരായണ പ്രസാദ് സ്വാമിജി നിത്യതയിലേക്ക് ലയിച്ചു. ആ ഒരു പാവനമായ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരുപിടി പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കാരണം സ്വാമിജി നമുക്ക് നൽകിയിട്ട് പോയതെല്ലാം ഇവിടെ എന്നും ഈ ലോകമുള്ളിടത്തോളം കാലം ഇങ്ങനെ നിലനിൽക്കും. ആ അറിവ് എപ്പോഴും ഒരേ ഒരു മാറ്റവും ആ മുഖത്തൊരു ഒരു ഒരു ചഞ്ചലതയില്ല. എപ്പോഴും അറിവിൻ്റെ ആ ഒരു ഗരിമ സ്വാമിജിയുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും, എന്ത് സംസാരിക്കുമ്പോഴും എല്ലാം. പക്ഷെ ഒരുപക്ഷെ ആഞ്ഞിലിത്താനത്ത് ഒരു പ്രഭാഷണത്തിനായി എത്തുന്ന ആ ഒരു ദിവസമായിരുന്നു സ്വാമിജിയുടെ സമാധി. വല്ലാതെ ഞാൻ സുന്ദരേശൻ സാറിനോട് പറഞ്ഞു, അത് ഒരിക്കലും അത് അങ്ങ് എവിടേക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ വല്ലാത്ത ഒരു
വേദന ഇങ്ങനെ എവിടെയോ മനസ്സിൻ്റെ ഒരു കോണിലൊരു നീറുന്നൊരു വേദനയായി. നമുക്കിതൊന്നും പാടില്ല, പക്ഷെ നമ്മൾ സാധാരണ മനുഷ്യരാണല്ലോ. അപ്പോഴും മുനിഗുരു നമുക്ക് നൽകിയിട്ട് പോയത് വലിയ വലിയ അറിവുകളാണ്. കാരണം ഗുരുവിൻ്റെ കൃതികൾ മുഴുവനും വ്യാഖ്യാനം ചെയ്ത് വേദാന്ത സൂത്രത്തിന് വളരെ ദീർഘങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് സ്വാമിജിയുടെ വാക്കുകളിലൂടെ ഞങ്ങളിലൂടെ സ്വാമിജി എന്നും ഇവിടെ കീർത്തിരൂപം പൂണ്ട് നിലനിൽക്കും എന്ന് തന്നെ പറയുകയാണ്. സ്വാമിജിക്ക് ഒരിക്കൽ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് 2 ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു കണക്ഷനിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും എനിക്കിപ്പോൾ നോബൽദാസ് പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ടാകുന്ന നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടായി. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രവർത്തനം പോലും എത്രയോ കരുണയോടെ സ്വീകരിക്കുന്ന സജ്ജനങ്ങളെ ഒരു കൂട്ടായിട്ട് കിട്ടുക എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയ വലിയ ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. എവിടെ ചെല്ലുമ്പോഴും അവിടെയൊക്കെ വേദാന്ത സൂത്രം പഠിക്കുന്ന 1-2 പേരെങ്കിലും ഉണ്ടാവും. ഞാൻ വേദാന്ത സൂത്രം പഠിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്ര ഭക്തി നമ്മളിലേക്ക് വരികയാണ്. അത് പഠിച്ചവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്നും അവരുടെ മുമ്പിൽ ഒന്നും അല്ലാതായി മാറുന്ന അത്ര കാരുണ്യത്തോടെയാണ് സംസാരിക്കുന്നത് ഓരോരുത്തരും. അപ്പം എനിക്ക് തോന്നുന്നു ഭഗവാൻ എനിക്ക് തരുന്നത് അനുഗ്രഹങ്ങളായിട്ടാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അതുപോലെ എവിടെ ചെല്ലുമ്പോഴും ഉണ്ട് ഓരോരുത്തരും 1-2-3 പേര് നമ്മുടെ വേദാന്ത സൂത്രം ക്ലാസ്സിലുള്ളവർ. ഞാൻ ടീച്ചറെ വേദാന്ത സൂത്രം പഠിക്കുന്നു ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളല്ലല്ലോ ഇതൊന്നും നടത്തുന്ന, നമ്മളിലൂടെ ഭഗവാൻ നടത്തുന്നതാണ്. ആ പ്രകൃതിയുടെ കൃതിക്കനുസരിച്ച് നമ്മൾ നീങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നടത്തുന്നത് ഭഗവാൻ തന്നെയാണല്ലോ ഭഗവാനെ എന്ന് സ്മരിച്ചു പോകുന്നു. ആ ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമ്പോഴും. സൂത്രം 14 നമുക്കിന്ന് വിചാരം ചെയ്യേണ്ടത്. 13ാമത്തെ സൂത്രത്തില് അതീതാഗാമിനോ രസത്വം ഏതേതന്വിച്ഛത എന്നുള്ളതാണ് സൂത്രം. അതീത ആഗാമിനോ രസത്വം ഏതേതന്വിച്ഛത. കഴിഞ്ഞുപോയവയും വരാനിരിക്കുന്നവയും കേവലം അസത്തായ പ്രതീതി മാത്രമായിരിക്കുന്നത് യാതൊന്നു മുഖാന്തിരമാണോ കഴിഞ്ഞുപോയവയും വരാനിരിക്കുന്നവയും കേവലം അസത്തായ പ്രതീതി ഇല്ലാത്തതായിട്ട് മാറുന്നത്. ആ യാതൊന്നിനെ, ആ ബ്രഹ്മസത്യത്തെ നമ്മൾ അതിനെ അന്വേഷിച്ച് കണ്ടെത്തുക. അതിനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള അന്വേഷണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള സൂത്രമാണിത്. കഴിഞ്ഞുപോയവയും വരാനിരിക്കുന്നവയും കേവലം അസത്തായ പ്രതീതി മാത്രമാകാൻ കാരണം യാതൊന്നിൻ്റെ അടിത്തറയാണോ, യാതൊരു പരമസത്യത്തിൻ്റെ ആധാരമാണോ, ആ സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് പറയാം ആ സത്യം എങ്ങനെയുള്ളതാണെന്ന് പറയുക. പരിമാണം തതഃ. നമുക്ക് ഇന്നൊരു ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റാവുന്നതാണ് അത്. പരിമാണം തതഃ. അത് സൂത്രം ഒന്ന് എഴുതി വയ്ക്കുക, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകാതെ. പരിമാണം തതഃ. ഇവിടെ പരിമാണം എന്ന വാക്കിന് അളവ് എന്നർത്ഥം. അളവ്, അതായത് അളന്നറിയത്തക്കതായി കാണപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാം അളന്നറിയാവുന്നതാണ്, അളന്നറിയത്തക്കതായി കാണപ്പെടുന്നത്. പരിമാണം എന്ന് പറഞ്ഞ അളവെന്നർത്ഥം, അളന്നറിയത്തക്കതായി കാണപ്പെടുന്നത്. തതഃ എന്നുള്ള വാക്കിന് പഞ്ചമി വിഭക്തിയാണ്. തസ്മാത്, അതിൽ നിന്നുണ്ടായതാണ്. അളന്നറിയത്തക്കതായി കാണപ്പെടുന്നതെല്ലാം, ഈ പ്രപഞ്ചത്തിൽ അളന്നറിയാവുന്നതായി കാണപ്പെടുന്നതെല്ലാം തതഃ, അല്ലെ, അതിൽ നിന്നുണ്ടായതാണ്. ഫ്രം ദാറ്റ്, അതിൽ നിന്ന്. തതഃ, അതിൽ നിന്നുണ്ടായതാണ്. ബ്രഹ്മത്തിൽ നിന്ന് രൂപം കൊണ്ടതാകുന്നു എന്നാണ് അർത്ഥം. അളക്കാനാവാത്ത, അപരിമേയമായ, അളന്നറിയാനാവാത്ത ആ പരബ്രഹ്മത്തിൽ നിന്നാണ്
അളന്നറിയാവുന്ന ഈ പ്രപഞ്ചം ഉണ്ടായത്. അല്ലാത്ത ഒരു ഒരു അത്ഭുതം തന്നെ അത്. പരിമാണം തതഹ, പരിമാണം തതഹ, 2 വാക്കേ ഉള്ളൂ. തതഹ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന്, ബ്രഹ്മത്തിൽ നിന്ന് എന്നർത്ഥം. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായവയാണ്. എന്താ? അളന്നറിയത്തക്കതായി കാണുന്ന സർവ പ്രപഞ്ച പ്രതിഭാസങ്ങളും ആ അപരിമേയതയിൽ നിന്ന് ഉണ്ടായതാണ്. അതിൻ്റെ സൂത്രാർത്ഥം പറയുമ്പോൾ സൂത്രാർത്ഥവും പദാർത്ഥവും കുറിച്ച് വയ്ക്കണം. നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തീർച്ചയായും നമുക്ക് ആവശ്യമാണ്. സൂത്രാർത്ഥം പറയുമ്പോൾ അളന്നു തിട്ടപ്പെടുത്താവുന്നതായി, അല്ലെങ്കിൽ അളന്നറിയാവുന്നവയായി, അളന്ന് തിട്ടപ്പെടുത്താവുന്നതായി കാണപ്പെടുന്നത്, അളന്നറിയുന്നതായി കാണപ്പെടുന്നത് ആ ബ്രഹ്മത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇത്രേ അർത്ഥമുള്ളൂ. അളന്നറിയുന്നതെല്ലാം ആ ബ്രഹ്മസത്തയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഈ പ്രപഞ്ചം ആ ബ്രഹ്മസത്തയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അതായത് പരിമേയമായതെല്ലാം ആ അപരിമേയതയിൽ നിന്ന് ഉണ്ടായതാണ്. നല്ല വാക്കുകളാണ്. പരിമേയമായെന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നതെല്ലാം ആ എണ്ണാൻ പറ്റാത്ത ആ സത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്നർത്ഥം. ഇവിടെ മാനം എന്ന വാക്കിന് അളവ് എന്നർത്ഥം, അളക്കുക എന്ന അർത്ഥമുള്ള ധാതുവാണ് മാനം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കൂടെ പരി എന്നുള്ള ഉപസർഗമാണ് ചേർത്തേക്കണത്. പരിമാണം കണ്ടോ? ആ മാനമാണ് മാണമായിട്ട് മാറുന്നത്. രകാരം ഇപ്പുറത്ത് വന്നല്ലോ. പരി എന്ന ഉപസർഗം ചേർത്തപ്പോൾ അവിടെ രേ ഉണ്ട്. രകാരമോ ഷകാരമോ വന്നാൽ നകാരം നായായിട്ട് മാറും. അങ്ങനെയാണ് മാനത്തിന് മാണം എന്ന് വന്നത്. മനസ്സിലായോ? പരി എന്നത് അവിടെ ഉപസർഗമാണ്. ഉപസർഗം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം ചേർക്കുന്നത്, പ്രിഫിക്സ് എന്ന് പറയും. ഒരു വാക്കിൻ്റെ ആദ്യം ചേർക്കുന്നതിനെ നമ്മൾ ഉപസർഗമെന്നും അവസാനം ചേർക്കുന്നതിനെ പ്രത്യയമെന്നും പറയും. ഇവിടെ പരി എന്നുള്ളത് ഉപസർഗമാണ്. സംസ്കൃതത്തിൽ അനേകം ഉപസർഗങ്ങളുണ്ട്. അപ്പോൾ പരി ചേർന്നത് കൊണ്ടാണ് മാനം എന്ന വാക്ക് മാണം ആയി മാറിയത്. പരിമാണം, അളന്ന് അറിയത്തക്കതായി കാണപ്പെടുന്നത് എന്നർത്ഥം. ഇനി ഇവിടെ ഉപസർഗങ്ങൾ ഒരു ധാതുവിനോട് ചേരുമ്പോൾ അർത്ഥം മാറുന്നുണ്ട്. റൂട്ട് മാറുന്നില്ല, ധാതു മാറുന്നില്ല, പക്ഷെ ഉപസർഗങ്ങൾക്കനുസരിച്ച് അർത്ഥം മാറുന്നുണ്ട്. അത് സംസ്കൃത ഭാഷയുടെ വളരെ ശ്രേഷ്ഠമായ ഒരു ടേമാണത്. ഉപസർഗേണ ധാത്വർത്ഥോ ബലാദന്യത്ര നീയതേ എന്ന് പറയും. ഉപസർഗങ്ങളോട് ചേരുമ്പോൾ, ഉപസർഗങ്ങൾ ധാതുക്കളോട് ചേരുമ്പോൾ വാക്കുകളുടെ അർത്ഥം മറ്റൊരിടത്തേക്ക് ബലത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നു. ധാതു മാറുന്നില്ല, ഉപസർഗം ചേർക്കും. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയും. പ്രഹാരാഹാര സംഹാര വിഹാര പരിഹാരവതെന്ന് പറയും. ഇവിടെ ഹര് എന്ന ധാതുവാണ്. ഹര് എന്ന ധാതുവിനോട് കൂടെ പ്ര ചേർക്കുമ്പോൾ പ്രഹാരം, അടിക്കുക എന്നുള്ള അർത്ഥമായി. ധാതു മാറുന്നില്ല, ഉപസർഗം ചേരുമ്പോൾ ധാതുവിൻ്റെ അർത്ഥം മാറുന്നത് എങ്ങനെയാണെന്ന് പറയുക. പ്രഹാരം, അടിക്കുക. ഹരിധാതുവിനോട് കൂടി പ്ര എന്ന ഉപസർഗം ചേരുമ്പോൾ പ്രഹാരം. പിന്നെ ആഹാരം, ഇനി ആ എന്ന ഉപസർഗം ചേർന്നപ്പോൾ ആഹാരം, ഫുഡ് എന്നുള്ള അർത്ഥമായി. പിന്നെ സം എന്നുള്ള ഉപസർഗം ചേർന്നപ്പോൾ സംഹാരം, കൊല്ലുക, ടു കിൽ എന്നുള്ള അർത്ഥം വന്നു, സംഹാരം. ഇനി വി എന്ന ഉപസർഗം ചേർത്തപ്പോൾ വിഹാരം, ടു പ്ലേ, കളിക്കുക. ഇനി പരി എന്ന ഉപസർഗം ചേർത്തപ്പോൾ അവിടെ പരിഹാരം എന്നായി, ഹരിധാതുവിനോടൊപ്പം. അപ്പോൾ ധാതു മാറുന്നില്ല, ധാതുവിനോടൊപ്പം ഉപസർഗം ചേരുമ്പോൾ അതിൻ്റെ അർത്ഥം ബലത്തിൽ മാറുന്നു എന്നർത്ഥം. ഇവിടെ പരിമാണം എന്നുള്ളതിൻ്റെ കൂടെ മാനം എന്ന ധാതുവിനോട് കൂടെ പരി എന്ന ഉപസർഗം ചേർന്നപ്പോഴാണ് പരിമാണം എന്നായത്. നാ വന്ന എങ്ങനെയാന്ന് വെച്ചാൽ രേപം ഇപ്പുറത്ത് വന്നതുകൊണ്ടാണ് നായായിട്ട് മാറിയത്, പരിമാണം എന്നായത്. ഇനി അവിടെ സംസ്കൃത ഭാഷയിൽ 22ഓളം ഉപസർഗങ്ങളുണ്ട്. പ്ര, പര തുടങ്ങി, സം, നീ, അവ, ദുര്, നിസ് തുടങ്ങി. അത് നമുക്ക് പഠിക്കാം. ഇപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഉപസർഗം ആദ്യം ചേരുമ്പോൾ ധാതുവിൻ്റെ അർത്ഥം മാറിപ്പോകുന്നുണ്ട്. ഇവിടെ പരിമാണം എന്ന് പറഞ്ഞാൽ അളന്ന് അറിയത്തക്കതായി കാണപ്പെടുന്നത് എന്നർത്ഥം. ഇനി ഗ്രാമറ്റിക്കൽ ടേംസ് വിട്ട് കളഞ്ഞേ കേട്ടോ. ഇനി മനസ്സിലായില്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട, വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോകാം. പരമസത്യത്തെ
എല്ലാവിധ വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമാണ്, എല്ലാവിധ നിർവചനങ്ങൾക്കും അപ്പുറമാണല്ലോ പരമസത്യം. നമ്മുടെ ഗുരു നമ്മളോട് പറഞ്ഞു തന്നു ദൈവദശകത്തിൽ, നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. ഇങ്ങനെ ഗുരുദേവ കൃതികൾ മുഴുവനും ആ സത്യത്തിൻ്റെ വാങ്മയ ചിത്രങ്ങളാണ്. പരമസത്യത്തിൻ്റെ വാങ്മയം, ആ വാക്കുകൊണ്ടുണ്ടാക്കിയ എഴുതിയിരിക്കുന്ന ചിത്രങ്ങളാണ് ഭഗവാന്റെ കൃതികൾ ഒക്കെ. അപ്പോൾ ഈ പരമസത്യം നീ സത്യവും ജ്ഞാനവും ആനന്ദവും ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ഉണ്ടായി നിലനിന്നു മറയുന്ന പ്രാപഞ്ചിക വസ്തുക്കൾക്ക്, പ്രപഞ്ചത്തിലെ വസ്തുക്കൾ നമ്മൾ അടേണ്ട ശരീരമടക്കം, നമ്മൾ നേരത്തെ പറഞ്ഞു ശരീരവും ഒരു കല്ലും മണ്ണും പോലെയുള്ള ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് നശിച്ചു പോകുന്നത്. നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തിന് ഒരു മരത്തിൻ്റെ, ഒരു കല്ലിൻ്റെ അത്രയൊക്കെ ഉള്ള ഒരു സ്ഥാനമേ ഉള്ളൂ. പഞ്ചഭൂതങ്ങളുടെ ആ ഒരു വസ്തുവിൻ്റെ സ്ഥാനമേ ഉള്ളൂ. പക്ഷെ ഈ വസ്തുവിനെ, ഈ പഞ്ചഭൂതാത്മകമായ ഈ മാംസപിണ്ഡത്തെ ഇത്രയും ശ്രേഷ്ഠമായ ഒന്നാക്കി വയ്ക്കുന്നത് ആ പരമമായ സത്യമാണ്. അങ്ങനെ ഈ ഉണ്ടായി നിലനിന്ന് മറഞ്ഞു പോകുന്ന പ്രാപഞ്ചിക വസ്തുക്കൾക്ക് ഉണ്ടാകാനും നിലനിൽക്കാനും ശാശ്വതമായി നിലനിൽക്കാനും മറയാനും ഒക്കെ ആയിട്ട് ഒരു ശാശ്വതമായ അധിഷ്ഠാനം വേണം. ആ അധിഷ്ഠാനമാണ് സർവ്വതിനും പരമകാരണമായിരിക്കുന്ന സത്യം. ഉണ്ടായി നിലനിന്നു മറയുന്ന പ്രാപഞ്ചിക വസ്തുക്കൾക്ക് ഉണ്ടാകാനും ശാശ്വതമായി നിലനിൽക്കാനും അതിലേക്ക് ലയിക്കാനുമായിട്ട് ഒരു അധിഷ്ഠാനം വേണം. ആ അധിഷ്ഠാനത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രപഞ്ചം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പലതും ആവർത്തനം തന്നെയാണ്. എത്ര ആവർത്തിക്കുമ്പോഴും നമ്മളിലേക്ക് ഈ സത്യം വന്ന് ഉറയ്ക്കണം. അതാണ്, വാക്കുകൾക്കപ്പുറം നമ്മുടെ ഹൃദയത്തിൽ തട്ടി പ്രതിധ്വനിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തെളിവുണ്ടാവുള്ളൂ. മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം തന്നെ മരുഭൂമിയിലെ കാനൽ ജലം പോലെ പരമസത്യത്തിൽ ഉണ്ടായി മറയുന്ന ബ്രഹ്മാനുഭവമാണ്. എത്ര പ്രാവശ്യം നമ്മളിത് പഠിച്ചിട്ടുണ്ടെന്നറിയോ? ഈ മരുഭൂമിയിലെ കാനൽ ജലം, ഈ കാനൽ ജലം പോലുള്ള ഈ ജീവിതത്തെയാണ് നമ്മൾ താലോലിക്കുന്നത് ഇവിടെ. പലപ്പോഴും ഇന്ന് ഗുരുവിൻ്റെ ദർശനം ലോകം സ്വീകരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും മുൻപിൽ നിൽക്കുന്നത്, ആത്മീയമായ അറിവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശ്രീനാരായണ സമൂഹമാണ്. അവർ നേടിയിരിക്കുന്ന ആ ജ്ഞാനം ഇന്ന് ലോകത്ത് മറ്റേതെങ്കിലും വിഭാഗത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. കാരണം പലയിടങ്ങളിലും പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ അറിവ് നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. ഒത്തിരി ഒത്തിരി ദാർശനികമായി മുന്നേറിയിരിക്കുന്നു ശ്രീനാരായണ സമൂഹം. ഗുരുവിൻ്റെ വാക്കാണല്ലോ, 100 വർഷം കഴിയുമ്പോൾ ഇത് പ്രകാശിക്കുമെന്നും, പ്രകാശിക്കത് പൂർവാധികം ശക്തിയായി പ്രോജ്വലിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വേദാന്ത സൂത്രത്തിലേക്കൊക്കെ നമ്മുടെയൊക്കെ ദൃഷ്ടി എത്തുകയും അത് പഠിക്കുകയും, താഴെ ഞാൻ സുകുമാരി അമ്മയൊക്കെ നേരിട്ട് കാണുക ചെല്ലുമ്പോൾ. ഞാൻ ഈ ഓൺലൈനായിട്ട് എത്രയോ കാലങ്ങളായി കാണുന്നു. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുളഞ്ഞിക്കാരായ്മയിൽ ചെല്ലുമ്പോൾ അവിടെ ഗുരുവിൻ്റെ ക്ഷേത്രവും പ്രതിഷ്ഠയും അതിൻ്റെ നേരെ മുൻപിലിരിക്കുന്നു സുകുമാരി അമ്മയുടെ വീടാണ്. അപ്പോൾ എന്നും വാതിൽ തുറന്ന് നോക്കുന്നത് ഗുരുവിൻ്റെ മുഖത്തേക്കാണ്, ആ ക്ഷേത്രത്തിലേക്കാണ്. എന്തൊരു ഭാഗ്യമാണ് നമുക്ക് അവിടെ ചെന്നിരിക്കാനും ഒക്കെ, ഒരു ഗ്ലാസ് വെള്ളം തരാനും ഒക്കെയുള്ള ആ ഒരു അത് വാങ്ങി കുടിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായത്. എത്ര ഭാഗ്യമെന്ന് ഞാൻ ഓർക്കുക. ഇന്ദിര ടീച്ചർ എപ്പോഴും പറയും നമുക്കൊന്ന് കാണണ്ടേ, കൂടണ്ടേന്ന്. പക്ഷെ പല സമയങ്ങളിലും ഇങ്ങനെ ഗുരു കൊണ്ടുപോയി ഓരോരുത്തരെയും കാണിച്ചു തരുന്നുണ്ട്. ഒരു ക്ഷേത്രം പോലെ തന്നെ ഇരിക്കുവാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ആ വീട് ഇപ്പോഴും. എന്നിട്ട് അവിടെ വീട് അടച്ചു പൂട്ടിയേക്കുന്ന വീടാണ്. മക്കളുടെ അടുത്താണെങ്കിൽ അതിന് വേണ്ടി, ആ കൺവെൻഷന് വേണ്ടി അത് തുറന്ന് പാവം അമ്മ വന്നു. ആ ക്ലാസ്സുകൾ മുഴുവനും അത് നടത്തി പങ്കെടുത്തിട്ട് അവിടുന്ന് പോയതേ. അപ്പോഴും ഒരു നിഷ്ഠയും ഒരു ചര്യയുമായിട്ട് ഇങ്ങനെ ആ ഗുരുവിനെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മനസ്സിലായാലും മനസ്സിലായില്ലേലും എനിക്ക് ക്ലാസ് കേൾക്കണം, അറിയണം
എന്നൊരു ചിന്തയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഗുരു തന്നെയാണ്. നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ സകലതും ഉണ്ടായി നിലനിന്നും മറയുന്നതിന് ശാശ്വതമായ ഒരു അധിഷ്ഠാനം വേണം. ആ അധിഷ്ഠാന സത്തയിൽ മരുഭൂമിയിലെ കാനൽ ജലം പോലെ ഉള്ള ബ്രഹ്മാനുഭവമാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും സകലതും. പക്ഷെ ആ ബ്രഹ്മാനുഭവത്തെ നമ്മൾ എത്രയേറെ ഇത് ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ അത് അത്ര കണ്ട് സത്യമാണെന്ന് ഉറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിത് ബ്രഹ്മാനുഭവം എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു അലങ്കാരത്തിന് നമ്മൾ പഠിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് സത്യമാണെന്നും ഇത് വിശ്വസിക്കണമെന്നും ഇത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും 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 ഋഷീശ്വരന്മാർ ഇതിനെ ആവർത്തിച്ച് നമുക്ക് ഉപദേശിക്കുന്നത്. അപ്പോൾ അളവുകോലുകളെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, പരിമാണം തതഹ, അല്ലേ, അളന്നറിയത്തക്കതായി കാണപ്പെടുന്നത്. അപ്പോൾ ഈ അളവുകോലുകളെല്ലാം തന്നെ പ്രപഞ്ച സംബന്ധമാണ്. എന്തെല്ലാം അളക്കുന്നതിന് എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ, എന്തെല്ലാം അളവുകോലുകളുണ്ടോ, അതെല്ലാം പ്രപഞ്ച സംബന്ധി മാത്രമാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. പലതരത്തിലുള്ള അളവുകോലുകളുണ്ട് പ്രപഞ്ചത്തിലെ പ്രാപഞ്ചിക വസ്തുക്കളെ അറിയുന്നതിനായിട്ട്. ഇപ്പം നെല്ല് അളക്കാൻ പറ, അല്ലേ, വെള്ളം അളക്കാൻ, എണ്ണ അളക്കാൻ, ഭൂമി അളക്കാൻ, അങ്ങനെ ഓരോന്ന് തൂക്കുന്നതിനല്ലേ, സ്വർണം തൂക്കുന്ന ഉപാധിയല്ല മറ്റു അരി തൂക്കുന്നത്. ഇങ്ങനെ എല്ലാം നമ്മൾ പറയും, ആറ്റിക്കളഞ്ഞാലും അളന്ന് കളയണം. അപ്പോൾ ഈ അളവ് പ്രാപഞ്ചിക വസ്തുക്കളെ എല്ലാം നമ്മളിങ്ങനെ അളന്നാണ് അറിയുന്നത്. ഒരാൾക്ക് 100 രൂപ കൊടുത്താൽ 100 രൂപ എണ്ണി നമുക്ക് അളവുണ്ട്. അത് തിരിച്ചു കിട്ടുമ്പോഴും ആ 100 രൂപ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം അളന്നറിയത്തക്കതായി നിൽക്കുന്നതാണ്. ഗുരു പറയാണ്, അളന്നറിയത്തക്കതായി കാണപ്പെടുന്നതെല്ലാം അളക്കാനാവാത്ത ആ അപരിമേയതയിൽ നിന്ന്, ആ ഈശ്വര സത്തയിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്ന് ഗുരു പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ അളവുകോല് വെച്ച് ബ്രഹ്മത്തെ അളക്കാൻ പറ്റുമോ? പറ വെച്ച് ബ്രഹ്മത്തെ അളക്കാൻ പറ്റുമോ? ലിറ്റർ വെച്ച് ബ്രഹ്മത്തെ അളക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ജഗദീശ്വരനെ അളക്കുന്നതിന് ഈ അളവുകോലുകളൊന്നും പര്യാപ്തമല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അറിവ് എന്ന കൃതിയുടെ നമ്മൾ പലപ്പോഴും അറിവെന്ന കൃതി ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അറിവ് എന്ന കൃതിയിലെ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അറിവിനളവില്ലാതേതറിയാം അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിങ്ങറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. പറയാം, അറിവിനളവില്ലാതെ ഏതറിയാം അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിങ്ങറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അറിവൊക്കെ എന്നിരുന്ന് വായിച്ചു കൊള്ളണം കേട്ടോ. വേദാന്തസൂത്രം പഠിക്കുന്നവർ അറിവെന്ന കൃതി വായിക്കുമ്പോൾ പതുക്കെ നമുക്ക് തെളിഞ്ഞു വരും. ഒരു 4 വരി വായിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് ഒരു ദിവസം ഒരു 3 ശ്ലോകമെങ്കിലും വായിച്ച് ഫ്ലൂവൻ്റായിട്ട് വായിക്കാൻ പഠിക്കുക. പ്രാർത്ഥന നിർബന്ധമാണ്. നമുക്ക് ഗുരുദേവ കൃതികൾ പ്രാർത്ഥന നിർബന്ധമാണ്. ഗുരുവിൻ്റെ എല്ലാ കൃതികളും ഈ ജന്മം തീരുന്നതിന് മുമ്പ് നമുക്ക് പറ്റുമെങ്കിൽ കാണാതെ പഠിക്കണം. ഇനി അർത്ഥമെല്ലാം ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ബാക്കിയൊക്കെ ഗുരു തെളിയിച്ചോളും നമുക്ക്. അപ്പോൾ പറയാണ്, 3-ാം ശ്ലോകത്തിൽ പറയാണ്, അറിവിന് അളവില്ലാതെ ഏതറിയാം. അറിവിന് അളവില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് നമ്മൾ എടുക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന എല്ലാ അറിവുകളും ഒരു തരത്തിൽ അളന്നറിയലുകളാണ്. അതാണ് പറഞ്ഞത്, ഇന്ദ്രിയ സംബന്ധിയാകുന്ന അറിവാകുന്ന അളവുകോലില്ലാതെ. കണ്ണ് ഒരളവാണ്, അളക്കുന്ന രൂപത്തെ അളക്കുന്ന ഒന്നാണ്. ചെവി ശബ്ദത്തെ അളക്കുന്ന ഒന്നാണ്. നാക്ക് രുചിയെ അളക്കുന്ന, ത്വക്ക് സ്പർശത്തെ അളക്കുന്ന, മൂക്ക് ഗന്ധത്തെ അളക്കുന്ന. അപ്പോൾ ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ അളവുകോലുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ദ്രിയ സംബന്ധിയായ അളവുകോലുകളൊന്നുമില്ലാതെ ഏതറിയാം. ഏതിനെയാണോ അറിയാനാവുന്നത് അതും അറിവായി പ്രകാശിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം
ആ ഒരു സത്യത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്ന് പറയുക. ആ അളവുകോലൊന്നും വേണ്ട, ഇന്ദ്രിയങ്ങളും മനസ്സും ഒന്നും കൊണ്ട് നമുക്ക് പരമസത്യത്തെ അറിയാൻ പറ്റില്ല. ഇതിനെയൊക്കെ അടക്കണം, ഉപരമിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സത്യത്തെ അറിയാൻ അനുഭവിക്കാനും സാധ്യമാവുകയുള്ളൂ. അതാണ് പറയുന്നത്. ഗുരു പറയാണ്, എല്ലാം കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയാവുന്നതും ചിന്തിച്ചറിയാവുന്നതും സർവ്വതും അറിവായി തന്നെയാണ് പ്രകാശിക്കുന്നത്. ഈ അറിവ് കൊണ്ട്, ഈ അളന്നറിയാവുന്ന അറിവ് കൊണ്ട് ബ്രഹ്മത്തെ അറിയുവാൻ സാധ്യമല്ല എന്ന് പറയാം. എന്നിട്ട് പറയാണ്, എപ്പോഴും ഗുരു പറഞ്ഞു തരുന്ന ഉദാഹരണമാണ്, അറിവിലെഴുന്ന കിനാവിങ് അറിവായിടുന്ന വണ്ണമങ്ങെല്ലാം. അദ്വൈത ദീപികയിലൊക്കെ അത് പലയിടങ്ങളിലും ഗുരു ഈ ഉദാഹരണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അറിവിലെഴുന്ന കിനാവെന്ന്, ബോധത്തിൽ ഉണ്ടാകുന്ന സ്വപ്നം. നമ്മൾ ഗാഠനിദ്രയ്ക്ക് തൊട്ട് മുൻപ് നമ്മൾക്കുള്ള 3 അവസ്ഥകളിൽ ഒന്നാണ് സ്വപ്നാവസ്ഥ. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. അതിൽ സ്വപ്നാവസ്ഥ എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമ്മൾ നേടിയിട്ടുള്ള ആ കർമ്മവാസനയിൽ നിന്നുണ്ടായ ഓരോരോ രംഗങ്ങൾ നമ്മൾ തന്നെ സൃഷ്ടിച്ച്, നമ്മൾ തന്നെ കണ്ട്, നമ്മൾ തന്നെ അതനുസരിച്ച് സുഖവും ദുഃഖവും ഒക്കെ ആയിട്ട് വികാരപ്പെട്ട്, നമ്മൾ തന്നെ അത് നമ്മിലേക്ക് അടക്കിക്കൊണ്ട് ആ പഴയതുപോലെ തിരിച്ചു വരണ്ട്. അപ്പോൾ ശരീരമല്ല അറിവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ആ സ്വപ്ന അനുഭവവും സ്വപ്നം എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ, അതും അറിവിൽ നിന്ന്, ബോധത്തിൽ നിന്നുണ്ടായ സ്വപ്നവും ബോധം തന്നെയാണ്, അറിവ് തന്നെയാണ്. സ്വപ്നം മിഥ്യയാണെന്നല്ല അർത്ഥം. സ്വപ്നം കണ്ടതും ഇന്ദ്രിയങ്ങളില്ലാതെയാണല്ലോ സ്വപ്നം കണ്ടത്. ആ മനസ്സ് കാട്ടിക്കൂട്ടിയ ആ ചിന്താ പദ്ധതികൾ എല്ലാം തന്നെ അറിവ് തന്നെയാണെന്നാണ് പറഞ്ഞത്. അറിവിലേക്കാണ് ലയിപ്പിച്ചിട്ടാണ് നമ്മൾ ഉണർന്ന് അല്ലെങ്കിൽ നേരെ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോണത്. അപ്പൊ കിനാവും ആ പരമസത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഗുരു പറയും. അറിവിലെഴുന്ന കിനാവിങ് അറിവായിടുന്ന വണ്ണം, ബോധത്തിൽ നിന്ന് ഉണ്ടായി വന്ന കിനാവ്, സ്വപ്നം അറിവായിടുന്ന വണ്ണം, അതും അറിവ് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ എല്ലാം, സർവ്വതും, സമസ്ത ചരാചരങ്ങളും ആ ആ ബ്രഹ്മസത്യത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് ഗുരു പറയാണ്. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ മാനം ചെയ്ത് അല്ലെങ്കിൽ അളന്ന് നോക്കുകയാലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനെ എപ്പോഴും പറയാറുള്ള വിശ്വാഭിമാനിയായ ഓരോ അവസ്ഥ പറയുമല്ലോ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ, നമ്മൾ പേരിട്ട് കൊടുക്കാറുണ്ട് ജീവന്. അപ്പോൾ എന്തുകൊണ്ടാണ് വിശ്വൻ എന്ന പേര് ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ അനുഭവിക്കുന്ന ജീവന് വന്നത് എന്ന് പറയാം? മാനം ചെയ്ത് അല്ലെങ്കിൽ അളന്നു നോക്കുന്നത് കൊണ്ടാണ്, അളന്നറിയുന്നത് കൊണ്ടാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം കൊണ്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന സമയത്തെയാണ് ജാഗ്രത എന്ന് പറയുക. അപ്പോൾ മാനം ചെയ്ത് അല്ലെങ്കിൽ അളന്നു നോക്കുന്നത് കൊണ്ടാണ് ജാഗ്രത്തിലെ അഹംവൃത്തിയെ നമ്മൾ വിശ്വൻ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കുന്നത് കൊണ്ടാണെന്ന് വിശ്വൻ എന്ന് പറയുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അറിവുകൊണ്ട് അളക്കാനാവാത്ത വിഷയിയും, കണ്ടും കേട്ടും മണത്തും രുചിച്ചും അല്ലെങ്കിൽ ചിന്തിച്ചും അറിയാനാവാത്ത വിഷയി, നമ്മൾ നേരത്തെ പഠിച്ചതാണ് വിഷയി എന്നുള്ള ടേംസ്, ആത്മാവിനെ പറയുന്നതാണ്. അറിവുകൊണ്ട് അളക്കാനാവാത്ത വിഷയിയും ആത്മാവും അറിവുകൊണ്ട് അളന്നറിയാവുന്ന വിഷയങ്ങളും എല്ലാമായി ഭാസിക്കുന്നത് ഒരേ അറിവ് തന്നെയാണ്. നമ്മൾ ഓർത്തോളണം, നേരത്തെ പറഞ്ഞു ആവർത്തനം അസകൃത് ഉപദേശ അല്ലേ? ആവർത്തിച്ച് പറയുന്നതും വീണ്ടും വീണ്ടും പറയലും ഉപദേശമായതുകൊണ്ടാണ്, ഗുരുക്കന്മാരുടെ ഉപദേശമായതുകൊണ്ടാണ് ഈ സത്യത്തെ വീണ്ടും വീണ്ടും പറഞ്ഞ വഴി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉപദേശിക്കുന്നത് എന്നർത്ഥം. ഇവിടെ നമ്മൾ ഓരോ ഘട്ടം പഠിച്ചു പോകുമ്പോഴും നമ്മൾ ജ്ഞാനഭൂമികയിലേക്ക് കയറി പോകേണ്ടതാണ്. വെറുതെ പഠിച്ച്
അറിഞ്ഞ് മനസ്സിലാക്കി നോട്ട് എഴുതി ചിന്തിച്ച് ചർച്ച ചെയ്തു പോകാതെ നമ്മിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒത്തിരി മാറ്റം വരുത്തേണ്ടതുണ്ട്. യോഗവാസിഷ്ടം 7 ജ്ഞാനഭൂമികകൾ ഒരു വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ശുദ്ധമായ ബോധാനുഭവമാണല്ലോ ആ ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശുദ്ധ ബോധാനുഭവമാണ്. അത് 7 തലങ്ങളിലൂടെയാണ് പൂർണ്ണതയിൽ എത്തുന്നത്. ജ്ഞാനം 7 തലങ്ങളിലൂടെയാണ് പൂർണ്ണതയിൽ എത്തുന്നത്. ആ ബോധാനുഭവം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ 7 ഘട്ടം കടക്കണം. അതിൽ ഒന്ന് പറയും ശുഭേച്ഛ. നേരത്തെ പറഞ്ഞിട്ടുണ്ടത്. കാരണം നമ്മൾ ഈ ഭൂമികകളിൽ നിന്ന് കടന്നിട്ടുണ്ടോ, അതിനെ അതിക്രമിച്ചിട്ടുണ്ടോ, മുന്നേറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നൊരു ഒരു ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഇതിൽ ഈ 7 ഭൂമികകളിൽ ആദ്യത്തെ ശുഭേച്ഛ എന്ന് പറയും. ശുഭമായതിനെ ഇച്ഛിക്കുക. ശുഭമായെന്ന് പറഞ്ഞാൽ പരമസത്യം. പരമസത്യം ഉണ്ടെന്നറിഞ്ഞ് അതിലേക്ക് യാത്ര ചെയ്യുക. തിരിച്ചു നടക്കണം. ഇത്ര നാളും നടന്ന വഴികളൊക്കെ വിട്ടിട്ട് തിരിച്ചു നടക്കാൻ സമയമായി അല്ലേ? ജ്ഞാനമാം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. കാലം വന്നിട്ട് ഗുരു പറഞ്ഞിട്ട് 100 വർഷമൊക്കെ അപ്പുറം കഴിഞ്ഞു. നമുക്കിതുവരെ കാലം വന്നിട്ടില്ല. അപ്പോൾ അതിലേക്ക് യാത്ര തുടങ്ങണം എന്നാ പറയാ. ഒരു മടിയുമില്ലാതെ ആലസ്യം ഒഴിച്ചിട്ട് ആ സത്യത്തിലേക്ക് യാത്ര തുടങ്ങാൻ ഒരു സ്റ്റെപ്പ് എടുക്കണം. പരമസത്യം ഉണ്ടെന്നറിഞ്ഞ് അതിലേക്ക് യാത്ര ചെയ്യുക. ശുഭേച്ഛ പറയാ. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ മൂഢത്വം അങ്ങ് കളയണം. മൂഢത്വം എന്ന് പറഞ്ഞാൽ എന്താ? മൂഢജഹീധനാഗമതൃഷ്ണാം അല്ലേ? എല്ലാം ഇങ്ങനെ നേടി 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 കൂട്ടിവെക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ, അതുള്ളവരെയാണ് മൂഢൻ എന്ന് പറയുക. അവർ സമയം കളയണം മുഴുവൻ ഈ കൂട്ടിവെക്കാനാണ്. ഈ കൂട്ടിവെക്കുന്നതിന് ഒരു അംശം പോലും അവൻ അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്നാൽ പോലും കൂട്ടിവെക്കാൻ വേണ്ടി മാത്രം ജീവിതം പാഴാക്കുമ്പോൾ ജീവിതം കൊണ്ട് അനുഭവിക്കേണ്ട ശാന്തതയിൽ ഇരിക്കാനോ അനുഭവിക്കാനോ അവന് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് യോഗവാസിഷ്ടം പറയാണ്, മൂഢത്വം കളയണം. അല്പമായ നശ്വരമായ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്നത് കളയണം. ഒരു പരിധിയൊക്കെ എത്തിയാൽ പിന്നെ അടങ്ങണം. നമ്മൾ തൃപ്തമാകണം, ശാന്തരാകണം, മുക്തരാകണം. ആ മുക്തത നമ്മുടെ ഉള്ളിലേക്ക് എല്ലാത്തിൽ നിന്നും ഒരു മരവിപ്പ് വരുമല്ലോ നമുക്ക്. ഇനി മതി, ഇനി കണ്ടത് മതി, ഇനി തിന്നത് മതി, ഈ നടന്നത് മതി, ഇനി ആർഭാടങ്ങൾ മതി, ഉള്ളതൊക്കെ ഇടാം, ഉള്ള ആഭരണമൊക്കെ ധരിക്കാം, എന്ത് കിട്ടിയാലും മതി കഴിക്കാം അല്ലേ? അങ്ങനെയൊക്കെ പതുക്കെ 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 നമ്മൾ ഈ സുഖഭോഗങ്ങളിൽ നിന്നൊരു വിടുതലുണ്ട് നമുക്ക്. അത് നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറയും. മൂഢത്വം കളയണം. എന്നിട്ട് നമ്മൾ സജ്ജന സംസർഗം വേണം. നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് സജ്ജനങ്ങൾ കൂട്ടുകിട്ടും. അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാത്തൊരു അനുഭവത്തിലാണ്. ഇപ്പോൾ പുളിഞ്ഞിക്കാരായ്മ ചെന്നപ്പോഴോ എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുകയായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് സുമാ വിജയനൊക്കെ വന്ന് നേരിട്ട് കാണുകയാണ്. ഇതിലൂടെയൊക്കെ കണ്ടവരെയൊക്കെ നേരിട്ട് എത്രയൊക്കെയോ സ്ഥാനത്തുനിന്ന് ആരെയൊക്കെയോ കൂട്ടുപിടിച്ച് എന്നെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് വരികയാണ്. എത്രയോ പേര് അല്ല. അപ്പോൾ അതൊക്കെ ഈ സജ്ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഗ്രഹം അത് വളരെ വലുതാണ്. അപ്പോൾ പറയാണ്, സജ്ജന സംസർഗത്തിലൂടെയും നമ്മൾ എന്ത് വേണം? സത്യാനുഭവത്തിന് വേണ്ടി പ്രയത്നിക്കണം. ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. രോഗത്തിൻ്റെ കാര്യം ചർച്ച ചെയ്ത് ഉപാസന ചെയ്യരുത്. ജീവിത ദുഃഖങ്ങളുടെ കാര്യം ചർച്ച ചെയ്ത് ഉപാസന ചെയ്യരുത്. ആത്മീയമായ കാര്യങ്ങളാണ് മൂഢത്വം കളഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതിനുവേണ്ടി പ്രയത്നിക്കണം. പിന്നെ ലൗകിക ജീവിതത്തിൻ്റെ നിഷ്പ്രയോജനതയെ അറിയണം. ഒന്നും എനിക്ക് ഇവിടെ നിന്ന് നേടാനില്ല എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കൊടുക്കാനുണ്ട്. അതെന്താ? ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന ദുഷ്കർമ്മ വാസനകൾ, അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കാനുണ്ട് നമുക്ക്. പക്ഷെ നേടാൻ ഇനി ആ ജ്ഞാനം മാത്രമേ ഉള്ളൂ, തിരിച്ചറിവ് അല്ലേ? ആ പരമമായ ജ്ഞാനം മാത്രമേ നമുക്ക് നേടാനുള്ളൂ. അല്ലാതെ അതിനപ്പുറമുള്ള തുച്ഛമായ ലൗകിക വസ്തുക്കളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ലൗകിക വസ്തുക്കളുടെ നിഷ്പ്രയോജനത്തെ അറിഞ്ഞിട്ട് ശാസ്ത്ര ചർച്ചകളും സത്സംഗത്തിലൂടെയൊക്കെ സത്യമറിഞ്ഞ് ശുഭേച്ഛയോടുകൂടി ശുഭകർമ്മങ്ങൾ ചെയ്യുക. അതാണ് ശുഭേച്ഛ. ശുഭേച്ഛയിൽ ആദ്യം വരുന്നത് എന്താ?
പരമസത്യം ഉണ്ടെന്നെങ്കിലും അറിയുക. എന്നിട്ട് അതിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു തുടക്കം വയ്ക്കുക. ഒരു വിദ്യാഭ്യാസവും വേണ്ട, ഒരു വേദാന്ത ജ്ഞാനവും വേണ്ട, ഒരു ഡിഗ്രികളും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. ഭഗവാനെ ഇനി മതി ജന്മങ്ങൾ, ആഗ്രഹങ്ങളുടെ പുറകെയുള്ള പാച്ചിൽ എനിക്ക് മതി എന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ നമ്മൾ ഈ മാറ്റം വന്നു തുടങ്ങും. അപ്പോൾ പരമസത്യം എന്നൊന്നും ഉണ്ടെന്നറിഞ്ഞ് അതിലേക്ക് യാത്ര ചെയ്യുക. അതിനായി നമ്മളുടെ അല്പവസ്തുക്കളിലുള്ള ഭ്രമം മാറ്റുക, സത്സംഗം നടത്തുക. എന്നിട്ട് നമ്മൾ ഈ ലൗകിക ജീവിതത്തിന് കൂടി വന്നാൽ ഇത്രയൊക്കെ ലക്ഷ്യമുള്ളൂ, ഇത്രയൊക്കെ ഇതുകൊണ്ട് നേടാനുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ആ നിഷ്പ്രയോജനതയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല സത്സംഗം വേണം, നല്ല പ്രാർത്ഥന വേണം. എന്നിട്ട് നമ്മൾ ശുഭേച്ഛയോടുകൂടി ശുഭകർമ്മങ്ങൾ ചെയ്തിരിക്കണം ജീവിതത്തിൽ. നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഓടുമ്പോഴൊക്കെ 4 വഴിക്ക് ഓടുമ്പോഴൊക്കെ കിട്ടണ വെറുതെ ഒരു ഓട്ടമൊന്നുമല്ല. ശരീരത്തിനൊക്കെ ചിലപ്പോൾ ക്ഷീണം വരും, പക്ഷെ മനസ്സിന് കിട്ടുന്ന ആനന്ദവും കുറച്ചൊന്നുമല്ല. അത് വളരെ ഒരു 100 പേരുള്ള ഒരു ക്ലാസ്സിലാണ് കാലടിയിൽ ക്ലാസ് എടുത്തത്. 100 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന വാക്കുകൾ, ഒരു വാക്ക് മതിയല്ലോ, ഈ ജന്മം തീർന്നു, ഇനി വേണ്ട ഭഗവാനെ ഒന്നൊന്ന് പറയാൻ. എത്ര തിരിച്ചറിവാണ് കുഞ്ഞുങ്ങൾ നേടുന്നത്. ഞങ്ങളിനി ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാൽ കണ്ണുകളിൽ തിളക്കം നോക്കുമ്പോൾ, ഇനിയും നല്ല ലഹരി എന്ന വസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഈ ഗുരുവിൻ്റെ പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കും ഞങ്ങളെന്ന് ഉറച്ചു പറയുമ്പോൾ, മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ, ഗുരുവിനെ ഞങ്ങൾ പഠിക്കുമെന്ന് പറയുമ്പോഴൊക്കെ ആ മുഖത്ത് കാണുന്ന ആ ഒരു ആത്മവിശ്വാസവും ആ ഒരു സന്തോഷവും ഒക്കെ വളരെ വലുതാണ്. വളരെ 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 വലുതാണ്, കുറച്ചൊന്നും അല്ലത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുന്നേറാനൊരു ശുഭേച്ഛ തന്നെ നൽകും. അടുത്തതാണ് വിചാരണ. ആദ്യത്തെ ശുഭേച്ഛ, രണ്ടാമത്തത് വിചാരണ എന്ന് പറയും. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു ലൗകിക ജീവിതത്തിൻ്റെ അർത്ഥരാഹിത്യത്തെ മനസ്സിലാക്കി ആദ്യത്തെ ശുഭേച്ഛയിൽ. എന്നിട്ടാണ് നമ്മൾ ശുഭമായതിനെ ഇച്ഛിച്ചത്. വെറും നശ്വരമായതിൽ കടിച്ചു തൂങ്ങി കിടന്നിട്ട് എന്തിനാ? അപ്പോൾ ഇതിൽ ശാശ്വതമായത് എന്താണെന്ന് അന്വേഷിച്ചു. എന്നിട്ട് നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വിചാരണ എന്ന് പറയുന്നത്. ലൗകിക വസ്തുക്കളിൽ നിന്ന് വിരക്തത അനുഭവപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? നിരന്തരം ധ്യാനം, ജപം, ഇതിലൂടെയൊക്കെ നമ്മൾ ശുഭകർമ്മങ്ങൾ ആചരിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. സത്സംഗത്തിലൂടെയും ധ്യാനത്തിലൂടെയും ജപത്തിലൂടെയും ഒക്കെ നമ്മൾ ശുഭകർമ്മങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ നമുക്ക് സത്യാനുഭവ വഴിയിൽ ഒരു സുന്ദരേശൻ സാർ എടുത്തിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരുന്നു സാറ്. ആ ടേംസ് മൊത്തം നമ്മൾ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണം. അത് വളരെ ചുരുങ്ങിയ വാക്കിൽ സാർ ആശയം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? സത്യാനുഭവ വഴിയിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വരും. അപ്പോൾ ഈ മുന്നിൽ കാണുന്നത് സത്യമല്ല എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കില്ല. സത്യമായതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? നമ്മൾ ശുഭകർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ മാറ്റം വരും. നമ്മൾ ഇടപഴകുന്ന വ്യക്തികളോട് നമ്മൾ ഇടപഴകുമ്പോൾ ആ ഇടപഴകലിന് മാറ്റം വരും, വ്യത്യാസം വരും. നമ്മൾ ആളുകളെ കാണുന്ന രീതിക്ക് വ്യത്യാസം വരും. അവിടെ നമ്മളിലേക്ക് മാറ്റം വന്നു തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ യാത്രയിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് സത്യം സാക്ഷാത്കരിക്കണമെന്ന് ശക്തമായി തിരിച്ചറിയുന്നതിനെയാണ് വിചാരണ എന്ന് പറയുന്നത്. എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ, ഇതല്ലാതെ എനിക്ക് ലോകജീവിതത്തിൽ ലക്ഷ്യമില്ലെന്ന് തിരിച്ചറിയുന്നതിനെയാണ്, ആ അതിനെ വിചാരണ ചെയ്ത് ഉറപ്പിക്കുന്നതിനെയാണ് വിചാരണ എന്ന് പറയുക. അടുത്ത പറയും തനുമാനസ. ഈ തനുവിലാണ്, ശരീരത്തിലാണ് എല്ലാവരുടെയും മനസ്സ് പിടിച്ചേക്കുന്നത്. പൊരുളിലെ, ഉടമ്പിലെ, മക്കളിലെ, ഉയർത്തിരളിലെ ഒക്കെ നമ്മുടെ വല്ലാതെ കുടുങ്ങി കിടക്കുകയാണ്. അതിന് രക്ഷപ്പെടാൻ മാർഗ്ഗമില്ലാതെ വലയുക നമ്മൾ. അപ്പോൾ പറയാണ്, ഇന്ദ്രിയ വിഷയങ്ങളിൽ വിരക്തി വന്ന് തുടങ്ങി. കഴിഞ്ഞ 2 സ്റ്റെപ്പിലൂടെ വിചാരണ എത്തിയപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വിഷയങ്ങളിൽ നിന്ന് വിരക്തി വന്നു നമുക്ക്. എന്നിട്ട് ആ വിഷയസങ്കല്പങ്ങൾ കുറയ്ക്കുന്നു. എനിക്കിനി ഒരു കാറും കൂടി വാങ്ങി കണ്ടിട്ട് പോയാൽ മതിയെന്നോ, അല്ലെങ്കിൽ എൻ്റെ
ഇന്ന സമ്പത്ത്, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സാക്ഷാത്കരിച്ചിട്ട് പോകണം എന്നൊക്കെ പല പല ആഗ്രഹങ്ങളല്ലേ. 90 വയസ്സുള്ള ആൾക്കും ആഗ്രഹങ്ങൾ കുറയുന്നില്ല, എന്നിട്ടും മോഹങ്ങൾക്ക് യാതൊരു കുറവും വരുന്നില്ല. മോഹങ്ങൾ മണ്ടി മണ്ടി വീണ്ടും വീണ്ടും കരയേറിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഈ സത്യത്തിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്ത് പറ്റും? വിഷയാസക്തി നമുക്ക് കുറയും. അതിനെയാണ് നമ്മൾ തനുമാനസ എന്ന് പറയും. ശരീര സംബന്ധിയായ ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ നമ്മൾ പതുക്കെ പിന്തിരിപ്പിക്കുന്നതിനെയാണ് തനുമാനസ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞാണ് സത്വാപത്തി. ഇതെല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിംഗ് ടൂളാണിത് സത്വാപത്തി. നമുക്ക് എല്ലാവർക്കും രാഗദ്വേഷങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളവരോട് കൂടുതൽ സ്നേഹം, ഇഷ്ടമില്ലാത്തവരോട് നമുക്ക് ദ്വേഷമുണ്ട്. അവർക്ക് എന്ത് പറ്റിയാലും നമ്മളെ ബാധിക്കുന്നുമില്ലത്. ഇത് നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ തനുമാനസയിൽ നമ്മൾ എത്തിയാൽ, ഭൗതിക ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വിരക്തി വന്നു തുടങ്ങിയാൽ പതുക്കെ നമ്മളിൽ സത്വഗുണം കൂടിക്കൂടി വരും. ഈ സത്വഗുണം വർദ്ധിച്ചു തുടങ്ങിയാൽ നമ്മളുടെ രക്ഷപ്പെടാനുള്ള മാർഗം തെളിഞ്ഞു വരിക. ഹൃദയ പറയുന്നതല്ല യോഗവാസിഷ്ടമൊക്കെ ഗുരു വീണ്ടും 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 എത്ര കേൾക്കുമ്പോഴും അത് വീണ്ടും കേൾക്കണം എന്ന് പറയണത് എന്തുകൊണ്ട്? ആ സുഖത്തിൽ ഒന്നുകൂടെ ആ സുഖത്തിൽ ഇങ്ങനെ അലിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറയാണ് രാഗദ്വേഷങ്ങളൊക്കെ കുറഞ്ഞിട്ട് മനസ്സ് പ്രസന്നമായിട്ട് സത്വഗുണം കൂടി കൂടി വരണം. രാഗവും ദ്വേഷവും ഇപ്പോൾ എല്ലാവരുടെയും, ശത്രുവിനെ കണ്ടാലും മിത്രത്തിനെ കണ്ടാലും എനിക്ക് എൻ്റെ ഭാവം മാറുന്നില്ല, എൻ്റെ മാനസികാവസ്ഥ മാറുന്നില്ല. ആ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങും എത്തിയിട്ടില്ല എന്നർത്ഥം. മനസ്സുകൊണ്ട് കളയുക. പുറമേ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ നോക്കി ചിരിക്കണമെന്നില്ല, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾക്ക് ആ വ്യക്തിയോടുള്ള ദ്വേഷം നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം. അങ്ങനെ ചെയ്യണം എന്നാ പറയുക. അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഈ സത്വഗുണത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് രാഗദ്വേഷങ്ങൾ കുറയ്ക്കണം, മനസ്സ് പ്രസന്നമാക്കണം. അപ്പോൾ സത്വഗുണം കൂടി വരുന്നു. ഇതാണ് സത്വാപത്തി. അപ്പോഴാണ് നമുക്ക് സഹജീവികളോട് കരുണ തോന്നണം. ഒരാൾക്ക് വിഷമിക്കുന്നത് കണ്ടാൽ നമ്മൾ അവരെ സഹായിക്കണമെന്ന് നമുക്ക് തോന്നൽ വരണത് ഈ സത്വഗുണം കൂടി വരുന്നതാണ്. സത്വഗുണം കൂടി വന്നില്ല എങ്കിൽ, ഇപ്പോൾ വേദാന്തം പഠിക്കുന്നതുകൊണ്ടോ പഠിപ്പിക്കുന്നതുകൊണ്ടോ നമുക്ക് സത്വഗുണം വരണമെന്നില്ല. സത്വഗുണം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പിലൂടെ തന്നെ കടന്നു പോകണം. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ജ്ഞാനവും ഇല്ലാത്ത മനുഷ്യരായിരിക്കാൻ, ചിലപ്പോൾ അവരെ ഒരു വേദാന്തവും കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ അവരിൽ ഈ ഗുണം ഉണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കുന്നതിലപ്പുറം നമ്മുടെ ചിത്തശുദ്ധീകരണത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. നാം തന്നെ നമ്മളെ ഒന്ന് വിചാരണ ചെയ്യുമ്പോൾ നോക്കണം, നമുക്ക് രാഗദ്വേഷങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകൾ കുറഞ്ഞിട്ടുണ്ടോ, നാം ചെയ്യണത് ശരിയായി ന്യായീകരിക്കുകയും മറ്റുള്ളവർ ചെയ്യുന്നതിൽ തെറ്റുകൾ കണ്ടുപിടിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സത്വഗുണം ഇല്ല. സത്വഗുണത്തിൻ്റെ ആദിക്ക് നമുക്ക് വന്നിട്ടില്ല. വന്നവർക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തിയെയും ആ ഒരു അനുകൂലമാക്കി ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സത്വഗുണം നമുക്ക് കൂടിയിട്ടില്ല എന്നാണ് പറയണത്, ജ്ഞാനവാസിഷ്ഠം പറയുന്നത്. അപ്പോൾ രാഗവും ദ്വേഷവും ജാതി മതം ഭേദ ചിന്ത ഇതൊക്കെ നമ്മളിൽ അധികമുണ്ട്. ആ ഏതാ, നമ്മുടെ ആളാണോ അങ്ങനെ നമ്മൾ ചോദിക്കും അല്ലേ. ഇതാരായാലെന്താ, അങ്ങനെ ചോദ്യം തന്നെ നമ്മളിലേക്ക് വരില്ല ഈ സത്വഗുണം കൂടി വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സത്വഗുണം കൂടിയ വ്യക്തികൾക്ക് ഇതുപോലെ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല, പിന്നെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവില്ല, അതുപോലെ തന്നെ തൻ്റെ ആളുകളോട് ഇഷ്ടം, മറ്റുള്ളവരുടെ വെറുപ്പ്, അങ്ങനെ ഒന്നും തോന്നില്ല. ആരായാൽ എന്താ എന്ന ഒരു വലിയ നിലയിലേക്ക് നമ്മൾ എത്തിയാൽ സത്വാപത്തിയായി. അടുത്ത അസംസക്തിയാണ്. അത് ബോധത്തെ അനുഭവിക്കലാണ് അസംസക്തി. കർമ്മഫല ആഗ്രഹങ്ങൾ വെടിഞ്ഞിട്ട് ജീവിക്കുക. തൻ്റെ മുന്നിൽ വന്ന കർമ്മങ്ങൾ ചെയ്യുക. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആഗ്രഹത്തിലേക്ക് മനസ്സ് വയ്ക്കാതെ, ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അയാൾ എന്നെ ആദരിക്കണമെന്നോ, അല്ലെങ്കിൽ അയാൾ കണ്ട ഞാൻ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് പോലും എന്നെ ഒന്ന് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. എന്നെ വിട്ടുപോയി, എന്നെ ഗൗനിക്കുന്നില്ല.
ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ആ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്തിട്ടാണ്. അപ്പോൾ ഫലം യാതൊന്നുമേ ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടാലെന്താ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു. സ്തുതിയും ഉപകൃതിയും എല്ലാം ഒരുപോലെ നമുക്ക് തോന്നും. അങ്ങനെ വന്നാലാണ് അസംസക്തി എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഈ കർമ്മഫലാഗ്രഹം വെടിയാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ശരണാഗതി ചെയ്യണം. ഗുരു പറഞ്ഞ പോലെ നേരായി വന്നിടുക വേറാരുമില്ല ഗതി എന്ന് ആ പാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് രാഗദ്വേഷങ്ങൾ കുറയുകയുള്ളൂ എന്ന് പറയുകയാണ്. കർമ്മഫല ആഗ്രഹമില്ലാതെ ജീവിക്കാനൊക്കെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അവിടെയൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം, ഗുരുവിൻ്റെ കടാക്ഷം നമുക്ക് വേണം. ആ ഗുരു കടാക്ഷം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ക്വാളിറ്റീസ് വന്നു ചേരുകയുള്ളൂ. അത് വന്നു ചേർന്നാൽ രക്ഷപ്പെടുമല്ലേ, പിന്നെ വലിയ മുക്തിയാണ്, വലിയ ഒരു ജന്മസാഫല്യമാണ് നമുക്ക് വരണത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുമെങ്കിലും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയണത്. ബോധത്തെ അനുഭവിക്കുന്നതാണ്. ഏതാ പറയണ്ടേ? അസംസക്തിയാണോ? അസംസക്തി. അസംസക്തി അത് സാർ അത് പോയിന്റായിട്ട് എടുത്തിട്ടുണ്ട്. സാർ അത് ഇട്ട് തരും, റൈറ്റപ്പ് ആക്കിയിട്ടുണ്ട് സാർ. ബോധം അനുഭവിക്കുക എന്നർത്ഥം. സാർ ചുരുക്കി സാരാർത്ഥമായിട്ട് എടുത്തേക്കണേ. ഞാൻ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കോമൺ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തത് വരുന്നതാണ്, അതായത് ബോധത്തെ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ആനന്ദം നമുക്ക് വന്നു തുടങ്ങി. എത്ര ദുഃഖാവസ്ഥയിൽ ഇരിക്കുമ്പോഴും നമുക്കൊരു ആനന്ദമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അസംസക്തി എന്ന ആ ഒരു ജ്ഞാനഭൂമികയിൽ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. കർമ്മഫലാഗ്രഹങ്ങൾ വെടിഞ്ഞിട്ട് ജീവിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഈ കർമ്മഫലാഗ്രഹം വെടിയാൻ ഈശ്വരനിലേക്ക് ശരണാഗതി ചെയ്യണം. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. എൻ്റെ തന്നെ അജ്ഞാനത്താൽ കൂട്ടിക്കൊണ്ടു വന്നതാണ് എൻ്റെ ദുഃഖങ്ങൾ. എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവങ്ങളും എല്ലാം എന്താ, ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഈശ്വരനെ പഴിക്കില്ല. ഈശ്വരൻ കൂടുതൽ ദുഃഖം കൊടുക്കുന്നത് ഈശ്വരനോട് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ശാരീരികമായും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ കൂടുതൽ വിഷമങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഈ സത്യത്തോട് അടുക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഭഗവാന്റെ കരവലയത്തിലുണ്ടെന്ന്. കാരണം ആ അനുഭവങ്ങളാണ് നമ്മളെ തെളിയിച്ച് നമ്മളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. എത്രയൊക്കെ നിർധന അവസ്ഥയിൽ ഇരിക്കുമ്പോഴും, എത്രയൊക്കെ പരിമിതികളിൽ ഇരിക്കുമ്പോഴും, എത്രയൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോഴും നമ്മൾ ഈ സത്യം കൈവിടാതെ, ആ ധർമ്മബോധം കൈവിടാതെ നമ്മൾ എങ്ങനെ നമ്മൾ ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ, അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരൻ്റെ ആ ചൈതന്യ വലയത്തിലാണ്. അല്ലാത്തൊരു ജീവിതത്തെ അനുഭവിക്കുന്ന താൽക്കാലികമായ സുഖങ്ങൾ ഒരിക്കലും ശാശ്വതമാകുകയില്ല എന്ന് മാത്രമല്ല, ആ സുഖങ്ങൾ തന്നെ അവരെ എരിതീയിലിട്ട് വർപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ജീവിതങ്ങളുടെ അനുഭവങ്ങൾ പിന്നീട് വരുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇവിടെ ജീവിതാനുഭവം കഷ്ടപ്പാടും ദുരിതങ്ങളും വരണതിലല്ല അത്. ആ കഷ്ടപ്പാട് അവസ്ഥയിലും ദുരിതാനുഭവസ്ഥയിലും അവൻ്റെ മനോനില എങ്ങനെയാണെന്നുള്ളതാണ് അവൻ എത്ര സമ്പന്നനാണെന്നറിയണം. മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നണു. ഇപ്പോൾ രോഗത്തിന് ഞാൻ ഇത്രയും പ്രസംഗിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന് രോഗം തന്നെ, എനിക്കെന്താ സമാധാനം ഇല്ലാത്തതെന്ന് ഞാൻ ചോദിച്ചു പോയാൽ കഴിഞ്ഞു. ഈ സമാധാനക്കുറവിലും ഈ കഷ്ടതകളിലും ഞാൻ എത്ര ശാന്തമായി ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഭഗവാനെ, എങ്കിൽ മാത്രമാണ്, അങ്ങനെ ഇരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരൻ്റെ കരവലയത്തിലിരിക്കുന്നത്. ദുഃഖങ്ങളുടെ നടുവിലും ശാന്തമായിട്ടിരിക്കാനായിട്ട് സാധിക്കുമ്പോൾ. അപ്പോൾ ദുഃഖം കിട്ടിയെന്ന് വെച്ചിട്ട് ഒരാളും ഈശ്വരനെ പഴിക്കാൻ നിൽക്കണ്ട. ഈ ദുഃഖം നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതിന് ഈശ്വരൻ തന്നെ അനുഗ്രഹമായിട്ട് സ്വീകരിച്ചാൽ മാത്രം മതി. എനിക്ക് തന്ന രോഗങ്ങളും എനിക്ക് തന്ന ദുരനുഭവങ്ങളൊക്കെ നമുക്കറിയാം. പലരും ഒത്തിരി വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ നമ്മുടെ ക്ലാസ്സിലുണ്ട്. ഒരുപക്ഷെ വേദാന്ത സൂത്രത്തിനപ്പുറം ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കെങ്കിലും
എൻ്റെ ഈ ജീവിതത്തിൽ എൻ്റെ മുന്നോട്ടുള്ള വഴിയായിട്ട് എന്നെ തെളിക്കണേ എന്നുള്ള ചിന്തയോടുകൂടി വന്നിരിക്കുന്നവരുണ്ട് ഇതിനകത്ത് ഇഷ്ടം പോലെ. അപ്പോൾ അവർക്കൊക്കെ വഴിയും വഴികാട്ടിയുമായിട്ട് വിളക്കായിട്ട് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും. നമ്മളെ പതിച്ചു പോകാനൊന്നും ഗുരു സമ്മതിക്കില്ല. ദുഃഖക്കടലിലേക്ക് വീണു പോകാനൊന്നും സമ്മതിക്കില്ല. അവിടുന്ന് പതുക്കെ ഈ ആശാൻ പറഞ്ഞ പോലെ അണികരമേകി ഇങ്ങനെ പിടിച്ചു കയറ്റും. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടിയിട്ട് ആ ഗുരുവിനെ പഠിക്കുന്ന ബ്രഹ്മയജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇതിനകത്തുള്ളത്, അല്ലേ? അപ്പോൾ ദുഃഖങ്ങൾ ഈശ്വരനിലേക്ക് സമർപ്പിച്ചാൽ മാത്രം മതി. അടുത്ത തുര്യക എന്ന് പറയും. തുര്യക എന്ന് പറയുമ്പോൾ എല്ലാത്തിനും അപ്പുറമുള്ള ആ തുര്യാതീതമായ ആ അനുഭവമാണ്. അങ്ങനെ ഏഴ് ജ്ഞാനഭൂമികളായി തോന്നുന്നു, അല്ലേ? ആറ് ജ്ഞാനഭൂമികൾ നമ്മൾ പറഞ്ഞു. ശുഭേച്ഛ, വിചാരണ, തനുമാനസ, സത്വാപത്തി, അസംസക്തി, തുര്യക. 7 അല്ല 6 അപ്പം ഈ 6 നമ്മൾ ഒരു സത്യജിജ്ഞാസു അവൻ്റെ ആ സത്യവഴിയിലേക്കുള്ള യാത്രയിൽ അവൻ അനുഭവിക്കുന്ന തലങ്ങളാണിത്. ജ്ഞാനവാസിഷ്ഠം പറയുന്നു. നമസ്തേ ടീച്ചർ. ഓ, ഏഴാമത്തെ പദാർത്ഥാഭാവനി എന്നുള്ള ഒരു ഗുണവും കൂടി ഉണ്ടല്ലേ ജ്ഞാനവാസി. ഞാൻ ഒരുപക്ഷെ അത് റെഫർ ചെയ്യുമ്പോൾ വിട്ടുപോയതായിരിക്കാം. അത് പദാർത്ഥാഭാവനി. സാർ അതിനകത്ത് അതൊന്ന് കുറിച്ചിട്ടേക്കണം കേട്ടോ ഗ്രൂപ്പിലേക്ക്. അതെ, സർവവിധമായ ആ ബന്ധനങ്ങളിൽ നിന്നും മോചിതനാകുന്ന ആ എല്ലാ വാക്ക് തന്നെ അർത്ഥമുണ്ടല്ലേ. പദാർത്ഥാഭാവനി എന്നല്ലേ? ഭാവനയല്ലല്ലോ, അഭാവനയല്ലേ വരുന്നത്? അതെ തന്നെ, എല്ലാത്തിനും അതീത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാനം എന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എല്ലാവിധ അളന്നറിയപ്പെടുന്ന എല്ലാ പ്രാപഞ്ചിക വസ്തുക്കൾക്കും അപ്പുറത്തുള്ള ആ സത്യപദാർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നു ആ 7ാമത്തെ അവസ്ഥയിൽ. ഒരെണ്ണം വിട്ടുപോയാലും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ അത് നോട്ടാക്കി വെച്ചിട്ട് പഠിക്കുക, മനസ്സിലാക്കിയാൽ മതി. കാണാതെ പഠിക്കാനല്ല, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പരിമാണം തതഹ എന്നുള്ള ആ ഒരു സൂത്രമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യോഗവാസിഷ്ഠത്തിൽ പറയുന്ന 7 ജ്ഞാനഭൂമികകൾ നമ്മൾ പറഞ്ഞു. അതിലൊരെണ്ണം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് സാറ് നമുക്ക് കൂട്ടിച്ചേർത്ത് തന്നു. പദാർത്ഥാഭാവനി കേട്ടോ, പദാർത്ഥാഭാവനി. അതിൻ്റെ ആ ഒരു ഒറ്റ സാരം സാർ എഴുതി വെച്ചത് ഒന്നും കൂടി ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തേ, ഒന്ന് കാണിച്ച് സാർ. ആ റൈറ്റപ്പ് ഒന്നും കൂടി കാണിക്കാൻ പറ്റുമോ? ഇവർക്ക് ആ വാക്കൊന്ന് എഴുതിയെടുക്കാനാണ്. പദാർത്ഥാഭാവനി. തുര്യക കഴിഞ്ഞ 7 അല്ലേ? പദാർത്ഥാഭാവനി 6ാമത്തെ അല്ലേ? പദാർത്ഥാഭാവനി. ഓക്കെ, ഇനി നോക്കിക്കോളൂ കേട്ടോ. അടുത്തത് നമ്മളെ ഏത് ഘട്ടത്തിലാണ് എത്തിയേക്കണം? ആദ്യത്തെ ഘട്ടത്തിലെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? ശുഭേച്ഛയിലെങ്കിലും നമ്മൾ എത്തിയിട്ടുണ്ടോ? ആ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജ്ഞാനഭൂമിക നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ സൂത്രം ഒന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് അറിവെന്ന കൃതിയിലെ 3ാം ശ്ലോകമാണ് പറഞ്ഞത്. അറിവിനളവില്ലാതെ ഏതറിയാം, അറിവായതും വിളങ്ങുന്നു, അറിവിലെഴുന്ന കിനാവിങ് അറിവായിടുന്ന വണ്ണമങ്ങെല്ലാം നമ്മൾ പറഞ്ഞു. അറിവിൽ നിന്ന് വരുന്ന സ്വപ്നവും അറിവ് തന്നെയാണ്, അറിവിൽ നിന്നുണ്ടായതാണ്, മറ്റൊന്നുമല്ല എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ കണ്ണിൻ്റെ മുമ്പിലുള്ളതിനെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനെ, അതായത് ഇന്ദ്രിയ സന്നികർഷമായതിനെ ഒക്കെയും കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും ഒക്കെ ആ മാനം ചെയ്ത് അളന്നതിനെല്ലാം അളന്നു നോക്കുന്നത് കൊണ്ടാണ് വിശ്വൻ എന്ന പേര് വന്നതെന്ന് നമ്മൾ പറഞ്ഞു. ജാഗ്രതയിലിരിക്കുന്ന ആ ജീവനെ വിശ്വൻ എന്ന് പേര് വന്നത് ഇന്ദ്രിയ സന്നികർഷമായതിനെ എല്ലാം അളന്നറിയുന്നത് കൊണ്ടാണ് വിശ്വൻ എന്ന പേര് വന്നതെന്ന് പറഞ്ഞു.
ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു, അറിവ് കൊണ്ട് അളന്നറിയാനാവാത്ത ആത്മാവിനെയും അറിവ് കൊണ്ട് അളന്നറിയാവുന്ന വിഷയങ്ങളും ഒക്കെയായി ഭാസിക്കുന്നത് ഒരേ ഒരു പരമസത്യം തന്നെയാണ്. അളക്കാനാവാത്തവയും അളന്നറിയാവുന്നവയും ഒക്കെയായിരിക്കുന്നത് ഒരേ ഒരു പരമസത്യം തന്നെയാണ് എന്ന് പറഞ്ഞു. ഇനി അറിവറ്റതിന് ഏതതിരുണ്ട് എന്ന് ഗുരു ചോദിച്ചിട്ടുണ്ട്. 6-ാം പദ്യത്തിൽ, അറിവെന്ന കൃതിയുടെ 6-ാം പദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്, അറിവറ്റതിന് ഏതതിരുണ്ട്? അറിവ് കൊണ്ട് അല്ലെങ്കിൽ അളന്നറിയാൻ പറ്റാത്തതിന് എങ്ങനെയാണ് പരിധി നിശ്ചയിക്കാൻ സാധിക്കുക? കുറച്ച് വലിയ ചോദ്യം അത്. അളന്നറിയാൻ പറ്റാത്ത അറിവുകൾക്കും അപ്പുറത്തമായിരിക്കുന്ന ആ അറിവറ്റതിന് ഏതതിരുണ്ട് എന്ന് ചോദിക്കുകയാണ്. 6-ാം പദ്യത്തിൽ ചോദിക്കുക. അതായത് അറിയുമ്പോഴും, ഒരു വസ്തുവിനെ നമ്മൾ അറിയുമ്പോഴും അറിഞ്ഞു കഴിഞ്ഞും അറിയുന്നതിന് മുൻപും ഒക്കെ അറിവ് മാത്രമേ ഉള്ളൂ. അറിയുമ്പോഴും അറിയുന്നതിന് മുമ്പും അറിഞ്ഞു കഴിയുമ്പോഴും അറിവ് മാത്രമേ ഉള്ളൂ. ആ വാക്കുകളിലൂടെ വെറുതെ ഒന്ന് സഞ്ചരിച്ച് നോക്കി. അറിവറ്റതിന്, ഒരു വസ്തുവിനെ അറിയുമ്പോൾ, അറിഞ്ഞു കഴിഞ്ഞ് ഇനി അറിയുന്നതിന് മുൻപും എന്തു മാത്രമേ ഉള്ളൂ? അറിവ് മാത്രമേ ഉള്ളൂ. അറിവ് ആദ്യന്തങ്ങളില്ലാത്തതാണ്. ആദ്യന്തങ്ങളില്ലാത്തതാണ് അറിവ് എന്ന് പറയുന്നത്. അത്ഭുതം തന്നെ. അങ്ങനെയുള്ള ആ അറിവിൽ നിന്ന് കാണപ്പെടുന്നതെല്ലാം അളന്നറിയാവുന്നവയുമാണ്. അതാ ഗുരു പറഞ്ഞു വരുന്നത്. ആദ്യന്തങ്ങളില്ലാത്ത ആ അറിവ്, ആ അറിവിൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ സകലതും എണ്ണി അറിയാവുന്നതാണ്, അളന്നറിയാവുന്നതാണ് എന്നാണ് പറയുന്നത്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മൾ ഗുരു ഏതൊക്കെ രീതിയിലേക്കാണ് ഗുരുവിൻ്റെ ശ്രദ്ധ പോയിരിക്കുന്നത് നോക്കൂ. പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മമായ തലങ്ങളിലേക്കാണ് ഗുരുവിൻ്റെ ശ്രദ്ധ പോയിട്ടുള്ളത്. വേദാന്ത സൂത്രത്തിൽ ഈ ഒരു പരിമാണം തഥഹ എന്നൊരു വാക്ക് വെക്കുമ്പോൾ എത്രയോ വിപുലമായ ആശയങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നിസ്സാരമായി നമ്മൾ ഈ ലോകത്തെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ച, ഈ ലോകസംബന്ധിയായ കാഴ്ച വേണ്ടത് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ അറിവ് അഥവാ ബ്രഹ്മം എങ്ങനെ മനസ്സിലാക്കണം? ഐന്ദ്രികമല്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്നതല്ല, പിന്നെന്താ, മനസ്സുകൊണ്ട് അറിയാവുന്നതല്ല, മറ്റേതെങ്കിലും പഠിച്ച വിജ്ഞാനത്തിൽ നിന്ന് കണ്ടെത്തേണ്ടതല്ല. അറിവ് ഇന്ദ്രിയ വിഷയമല്ല, മനസ്സുകൊണ്ട് അറിയേണ്ടതല്ല, മറ്റെവിടെയെന്നോ പഠിച്ച് നമ്മൾ നേടേണ്ടതല്ല. പിന്നെന്താ, ഈ എല്ലാത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്, ബോധമെന്ന് പറയുന്നത്. ഫിസിക്സ് പഠിച്ചാൽ കിട്ടില്ല, കെമിസ്ട്രി പഠിച്ചാൽ കിട്ടില്ല, മനസ്സുകൊണ്ട് ചിന്തിച്ചെടുത്താൽ കിട്ടില്ല, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവിടെ ഇവിടെയൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ല. ഈ പറഞ്ഞവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന സത്യത്തെയാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇന്ദ്രിയങ്ങൾ, ഇപ്പം ഞാൻ നിങ്ങളെ കണ്ടാൽ ഒരു വസ്തുവിനെ കണ്ടറിയും, ഇത് ഇത്ര ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു അളന്നറിവലുണ്ടല്ലോ. ഈ എന്തിനെ നമ്മൾ അളന്നറിയുന്നു അതെല്ലാം പ്രാപഞ്ചിക വസ്തുക്കളാണ്. നശ്വരമായ വസ്തുക്കളെ മാത്രമേ നമുക്ക് അളന്നറിയാൻ പറ്റുള്ളൂ. അതുപോലെ ബാഹ്യവസ്തുക്കളെ ഓരോന്നിനെയും അറിയുന്നതിന് എന്തുണ്ട്? ഓരോ പ്രത്യേക ഉപകരണങ്ങളും ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, അത് പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ അറിയുന്നതിനും ഒരു പ്രത്യേകമായ ഉപകരണമുണ്ട്. ഇപ്പം നെല്ല് കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്, അതിനെ അളക്കാൻ നമുക്ക് എന്തുണ്ട്? പറയുണ്ട്. എണ്ണ അളക്കാൻ ഉപകരണമുണ്ട്. വെള്ളത്തിനെ അളക്കാൻ അതേ ഉപകരണം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഭൂമിയെ അളക്കാം. ഇങ്ങനെ ഓരോന്നിനെയും അളക്കാനുള്ള മാപകങ്ങളുണ്ട് ഇവിടെ, അളവുകോലുകളുണ്ട്. ഈ അളവുകോലുകൾ പ്രപഞ്ച സംബന്ധിയായ വസ്തുക്കൾക്ക് മാത്രം എന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇനി അതുകൂടാതെ ഗുരു നമ്മളോട് പറയുകയാണ്, കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും അറിയുന്നതും ഒരളവാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എത്ര പരാധീനതകളുണ്ടെന്നറിയോ? നമ്മൾ വെറുതെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മനുഷ്യനേക്കാൾ കാഴ്ചശക്തി കൂടിയത്, കാഴ്ചശക്തി കുറഞ്ഞവർ, മനുഷ്യനേക്കാൾ ഘ്രാണശക്തി കൂടിയത്. നായയൊക്കെ നോക്കുമ്പോൾ ഒരു 15,000 അളവോ മനുഷ്യനുള്ളെങ്കിൽ നായയ്ക്കൊരു 40,000, അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല, അത്രയും കൂടുതലാണ് മനുഷ്യനെ അപേക്ഷിച്ച് നായകൾക്ക്.
2 സ്പൂണ് പഞ്ചസാര 2 വലിയ കുളത്തിൽ കലക്കിയാൽ പോലും അത് മണത്തറിയാൻ പറ്റും അത്രേ. 2 സ്പൂണ് അത്രയും ഘ്രാണശക്തി ഉണ്ടെന്നാ പറയുക. മനുഷ്യർക്ക് മൂക്കിൻ്റെ അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ പോലും മണം കിട്ടില്ല. എന്നിട്ടാണ് നമ്മൾ ഈ ലോകത്തെ വലിയ ഗമയോടെ ഞാൻ ഈ ലോകത്തെ അറിഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അളന്നറിയുന്ന ഇന്ദ്രിയങ്ങൾക്ക് പോലും മനുഷ്യന് എത്ര പരാധീനതകൾ ഉണ്ടെന്നറിയോ? നമ്മളെക്കാൾ കൂടുതൽ സംവേദന ശക്തിയുള്ള പല ഇന്ദ്രിയങ്ങൾക്കും പ്രബലമായിട്ടുള്ള എത്രയോ ജീവികളുണ്ട് ലോകത്ത്. എവിടെയെങ്കിലുമൊക്കെ വലിയ മഴ, വേറെ എവിടെയെങ്കിലുമൊക്കെ കാറ്റടിച്ച് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കിളികൾ ചിറകിട്ടടിച്ച് പറന്നു പോകുന്നതൊക്കെ നമുക്ക് കാണാം. അവർ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ ചലനങ്ങൾ വരെ അറിയുന്ന ജീവികൾ എത്രയുണ്ട് മനുഷ്യനെ അപേക്ഷിച്ച്. അപ്പോൾ ഇങ്ങനെ ഐന്ദ്രികമായ അറിവുകളെല്ലാം കണ്ടും കേട്ടും മണത്തും അറിയുന്ന അറിവുകളെല്ലാം തന്നെ നമ്മൾ പ്രാപഞ്ചികമായ അറിവുകളാണ്. അത് പ്രപഞ്ച സംബന്ധിയായ അറിവുകൾ മാത്രമാണെന്ന് പറയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖം. ഒരു ദുഃഖം ഒരാൾക്ക് വന്നാൽ 2 പേർക്ക് വന്നത് ഒരേ ദുഃഖമാണ്. പക്ഷെ 2 പേരും അത് വ്യത്യസ്ത രീതിയിലായിരിക്കും അനുഭവിക്കുക. ഒരാൾ തൻ്റെ ജീവിതം തന്നെ പോയി എന്ന് കരുതി മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ കയറെടുക്കും. ഒരാൾ പക്ഷേ ആ വേദനയിലും വളരെ ശാന്തമായി സ്വസ്ഥമായി അതിനെ അതിജീവിച്ചിരിക്കും. അപ്പോൾ ആ ദുഃഖത്തെ അളക്കാൻ ഉപയോഗിച്ച ഉപകരണം, ദുഃഖം ഒന്നാണെങ്കിലും 2 പേരും അതിനെ അളക്കാൻ ഉപയോഗിച്ച ഉപകരണം, മനസ്സെന്ന ഉപകരണത്തിൻ്റെ ശക്തി അവിടെ അളവ് അവിടെ കൂടിയും കുറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അളന്നു നോക്കലുകളാണെന്ന് പറയുന്നത്. 2 തരത്തിലാണ് അവർ അളന്നത്. ഒരു സംഭവം ഒരാൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ആ സംഭവം തന്നെ മറ്റൊരാളത് നല്ല പോസിറ്റീവായിട്ടും പറയും, മറ്റൊരാൾ അതിന് നെഗറ്റീവായിട്ടും പറയാം. അപ്പോൾ ഈ അളക്കാൻ ഉപയോഗിച്ച അളവുകോലുകളുടെ വ്യത്യസ്തത കൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സൂത്രം എന്താണ്? സൂത്രം വിട്ടുപോകരുത്. പരിമാണം തതഹ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? പരിമാണം തതഹ എന്ന് പറഞ്ഞാൽ അളന്നറിയത്തക്കതായി കാണപ്പെടുന്നതെല്ലാം അപരിമേയമായ, അളന്നറിയാൻ പറ്റാത്ത ആ പരമസത്യത്തിൽ നിന്ന് ഉണ്ടായതാണ്. അപ്പോൾ ഇനി അളവുകോലുകളിൽ പറയുന്ന പേരാണ് പ്രമാണങ്ങളെന്ന്. എത്ര പ്രമാണങ്ങളാണ് ടീച്ചറെ ഉള്ളത് ഈ പ്രപഞ്ചത്തിൽ? ഏതൊക്കെയാ അത്? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം, അനുപലബ്ധി. ഈ പ്രമാണങ്ങളെ നമുക്ക് എന്ത് പറയാം? അളവുകോല് എന്ന് പറയാം അല്ലേ? ശരിയായ അറിവ് നേടാനുള്ള മാർഗങ്ങളാണല്ലോ ഭൗതിക വസ്തുക്കളെ ശരിയായ അവയെക്കുറിച്ച് അറിയാനുള്ള മാർഗങ്ങളെയാണ് നമ്മൾ പ്രമാണങ്ങൾ എന്ന് പറയുക. ഭാരതീയ തത്വശാസ്ത്രത്തിലാണ് ഇങ്ങനെ പ്രമാണങ്ങൾ എന്ന് പേരിട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 6 തരത്തിലുള്ള ഈ 6 പ്രമാണങ്ങളും പരമസത്യത്തെ അറിയുവാൻ ഉപകരിക്കില്ല എന്ന് ഗുരു പറഞ്ഞേക്കണ കൃതി ഏതാ? ഒരു ചെറിയ ക്ലൂ തരാം. വളരെ ചെറിയ കൃതിയാ. ശ്ലോകത്രേ. അരുതാതെ അവാങ്മനോഗോചരമിതില്ലെന്നു ധരിച്ചിടും പ്രമാണം. അതെ, അറുതിയിടാൻ അരുതാതെ അവാങ്മനോഗോചരം ഇതിൽ എങ്ങ് ചരിച്ചിടും അല്ലേ? പ്രമാണങ്ങൾ ഈ പരമസത്യത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക? കാരണം അറുതിയിടാൻ അരുതാതെ, ഏതൊരറിവാണോ പലതരം പ്രമാണങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ സാറ് ആ സന്ദർഭത്തിനൊത്തത് പറഞ്ഞു. ഏതൊരറിവാണോ ഈ പ്രമാണങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്ന അറിവിനെ ഏത് പ്രമാണം കൊണ്ടാണ് അറിയാൻ സാധിക്കുന്നത്? ഗുരു ചോദിക്കുകയാണ്. അറുതിയിടാൻ അരുതാതെ അവാങ്മനോഗോചരം, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അറിയാനാവാത്ത ആ പരമസത്യത്തെ, ഈ പ്രമാണങ്ങളെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ആ പരമസത്യത്തെ ഏത് പ്രമാണങ്ങൾ കൊണ്ടാണ് അറിയാൻ സാധിക്കുക? അതാണ് ഇവിടെ ചോദിച്ചത്. ഏതൊരറിവാണോ പലതരം പ്രമാണങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്, ആ അറിവിനെ അറിയാൻ ഒരു പ്രമാണവും ഉപകരിക്കില്ല.
ആ ഏകത അളവുകോലില്ലാതെയുള്ള അറിവാണ്. അളവുകോലുകൾ, സർവ്വവിധമായ അളവുകോലുകൾക്കും അതീതമായ അറിവാണ്. കണ്ടോ, ഗുരു പരിമാണം തതഹ എന്ന സൂത്രം വെച്ചപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം ഗുരു ആത്മോപദേശ ശതകത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്, ശ്ലോകത്രയിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്, സൂത്രമാണ് ഗുരു പരിമാണം തതഹ എന്ന് തന്നേക്കണത്. അപ്പോൾ നമ്മൾ ഈ സൂത്രം വെച്ചുകൊണ്ട് ആ കൃതികളും ഒക്കെ പഠിക്കണം. അപ്പോൾ പരിമാണം തതഹ എന്ന് പറയുന്നത് 14ാമത്തെ സൂത്രത്തിൽ പറയുന്നതാണ്. അളന്ന് തിട്ടപ്പെടുത്താനാവാത്തതായി, അളന്ന് അറിയാവുന്നതായി കാണപ്പെടുന്നതെല്ലാം അളക്കാനാവാത്ത ആ പരമസത്യത്തിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയാണ്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ കൺക്ലൂഷൻ അടുത്ത ക്ലാസ്സിൽ നടത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒത്തിരി ജിജ്ഞാസുക്കളായിട്ടുണ്ട് നിങ്ങൾ. എവിടെയെങ്കിലുമൊക്കെ ഒരു കൂട്ടിച്ചേർക്കലുകൾ വേണമെന്ന് പറയുമ്പോൾ അത് കൂട്ടിച്ചേർക്കാനും, ഈ നമ്മൾ പഠിക്കുന്ന കൃതിയുടെ ആ സന്ദർഭത്തിനനുസരിച്ച് മറ്റ് കൃതികളിലേക്ക് പോകാനും ഒക്കെയുള്ള വലിയ അറിവുള്ള ഒരു സജ്ജനങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ ഗുരു തന്ന അനുഗ്രഹമായി കരുതിക്കൊണ്ട് ഈ വാക്കുകൾ അത്രയും മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു.